ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോഴിടുന്ന ഈ പ്രൊമോയുടെ റിവ്യൂവിൽ സൗണ്ടിന് ചില തകരാറുകളുണ്ട്. നമ്മളുടെ മൈക്ക് പ്രോപ്പറായിട്ട് ഇന്ന് ചാർജ് ആയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് എടുക്കാനായിട്ട് നോക്കുന്ന സമയത്താണ് അത് മനസ്സിലാക്കുകയും അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഫോണിൻ്റെ മൈക്കിലാണ് ഞാൻ ഈ റിവ്യൂ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില തകരാറുകളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. നിങ്ങളത് ക്ഷമിച്ച് ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും റിവ്യൂയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് അഞ്ജലിയുടെയും പത്മയുടെയും നേരെ ഗുണ്ടകൾ ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ അഞ്ജലി പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറേ ഏറെ ശ്രമിച്ചു, പക്ഷേ അവസാനം തളർന്ന ഒരു അവസ്ഥയിലാണ് അഞ്ജലി. ഗുണ്ടകളൊക്കെ ആദ്യം കുറേയൊക്കെ കൈകാര്യം ചെയ്തുവെങ്കിലും പിന്നീട് പറ്റാതായി. അവസാനം അവരുടെ മുമ്പിൽ തോൽവി വഴങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ അർജുനും അതുപോലെ തന്നെ പാർത്ഥസാരഥിയും കൂടെ ജീപ്പിൽ അവിടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ദൂരെ നിന്ന് അഞ്ജലിയും പത്മയെയും ദൂരെ നിന്ന് നമ്മുടെ അർജുനും പാർത്ഥസാരഥിയും കാണുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അത് കണ്ടപ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമായി. കാരണം രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അഞ്ജലിയും പത്മയും ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പാർത്ഥസാരഥിയും നമ്മുടെ അർജുനും കൂടെ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഏറ്റവും പുതിയൊരു പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രൊമോയിൽ കാണുന്നത് നമ്മുടെ അർജുനും അതുപോലെ തന്നെ ഗുണ്ടകളൊക്കെ തമ്മിലുള്ള അടി പിടി ബഹളം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു സംശയം തോന്നുന്ന ഒരു കാര്യം, അപ്പോൾ പ്രൊമോയിലൊന്നും പാർത്ഥസാരഥിയെ കണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. അത്ര ഞാൻ നോക്കിയിട്ട് എനിക്ക് പാർത്ഥസാരഥി അവിടെയും കണ്ടില്ല. ഒരു പക്ഷേ ഗുണ്ടകളെ അവിടെ വെച്ച് കൈകാര്യം പാർത്ഥസാരഥി ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഒരു സൈഡിൽ ഗുണ്ടകളായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് ഇരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ പാർത്ഥസാരഥിയെ കാണാതിരുന്നത്. അപ്പോൾ അർജുന് അഞ്ജലിനെയും അതുപോലെ തന്നെ പത്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് വേഗം രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. എന്താണ് സംഭവങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പം വേഗം പത്മയും കൊണ്ട് രക്ഷപ്പെടാനായിട്ട് നോക്കണം അഞ്ജലി. നീ വേഗം ആ ജംഗ്ഷനിലേക്ക് ചെല്ലുക, അവിടെ അമ്പാടി കാത്തിരിക്കുന്നുണ്ടാവും എന്ന രീതിയിലൊക്കെ അമ്പാടി പറയാനാട്ടോ. അപ്പോൾ ഈ ഒരു സീനിലൊന്നും പക്ഷേ പാർത്ഥസാരഥിയെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്രയധികം ഗുണ്ടകൾ ഉള്ളത് കൊണ്ട് അവരെയെല്ലാം നമ്മുടെ പാർത്ഥസാരഥി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർത്ഥസാരഥി നമ്മുടെ അർജുനോട് പറയുമായിരിക്കും, നീ വേഗം അഞ്ജലിയെയും പത്മയെയും കൊണ്ട് വേഗം രക്ഷപ്പെടാൻ നോക്ക്, ഇവരെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പാർത്ഥസാരഥി പറയുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അർജുൻ വേഗം അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അഞ്ജലിയോടും പത്മയോടും പറയുന്നത്. ഈ ഒരു സമയം തന്നെ നമുക്കറിയാം, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അർജുൻ നമ്മുടെ അമ്പാടിയോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ജംഗ്ഷനിലേക്ക് നീ വേഗം എത്തണം, വളരെ അത്യാവശ്യമാണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെങ്കിലും അമ്പാടിയുടെ അടുത്തേക്ക് ഓടിപ്പോകാനായിട്ട് അഞ്ജലിയോടും പത്മയോടൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ ഓടിപ്പോയി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ കയ്യിൽ ആദ്യമൊന്നും പെട്ടിട്ടൊന്നുമില്ല, ഗുണ്ടകളുടെ കയ്യിൽ. അപ്പോൾ ഓടിച്ചെന്ന് ആ ജംഗ്ഷനിലേക്ക് എത്തി. അതിന് ശേഷമുള്ള സീനുകളാണ് പ്രൊമോയിൽ നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് അമ്പാടി പത്മയുടെ കൈ പിടിച്ചിട്ടുണ്ട്, അതുപോലെ അഞ്ജലിയുടെ കൈ നമ്മുടെ അർജുനും പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവർ ഓടുകയാണ് സീനിൽ നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. പക്ഷെ ഓടിയിട്ടും ഗുണ്ടകളെല്ലാം പുറകെയുണ്ട്. അവർ ഒരുപാട് ഓടുന്നുണ്ട്. ഓടി ഒരു അമ്പലത്തിൻ്റെയൊക്കെ ഒരു സ്ഥലത്ത് എത്തുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും നമ്മുടെ അഞ്ജലി ശരിക്കും മടുത്തു പോകും കേട്ടോ. അപ്പോൾ അഞ്ജലി മടുത്തിട്ട് പറയുകയാണ്, എനിക്കിനി ഒട്ടും ഓടാൻ വയ്യ അർജുൻ, അല്ല രാജീവ്, ഒട്ടും പറ്റത്തില്ല. ഇനി അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അഞ്ജലി എത്തുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി അഞ്ജലിക്ക് എന്താണെങ്കിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ അർജുൻ, ഇനി ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ അർജുൻ മനസ്സിലാക്കും. അപ്പോൾ അർജുൻ നോക്കുമ്പോൾ ഒരു അമ്പലമാണെന്ന് നമുക്ക് തോന്നുന്നു കേട്ടോ. അമ്പലമാണോ എന്താണ് സംഭവം അത്ര ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറുപ്പ് ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്, ആ ഒരു സ്ഥലമാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം പോലെയാണ് നമ്മൾ മുമ്പുള്ള പ്രൊമോ വഴിയൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് പ്രൊമോയിൽ കണ്ടപ്പോൾ അതൊരു അമ്പലം പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അഞ്ജലിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി പോകുന്നൊരു സീനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സീനിലും അഞ്ജലിയും കൂട്ടിക്കൊണ്ട് വേഗം അമ്പലത്തിൻ്റെ അകത്തേക്ക് നമ്മുടെ അർജുൻ കയറി പോകുന്നൊരു സീനിലും പുറകെ ഗുണ്ടകളെല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോഴും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ പ്രൊമോയിൽ കാട്ടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയവും
ഈ ആദ്യം അർജുനും അമ്പാടിയും പത്മയും അഞ്ജലിയൊക്കെ ഒരുമിച്ച് ഓടിയിരുന്നു. പക്ഷേ ഒരു സമയം എത്തിയപ്പോൾ അതുപോലെ അമ്പാടീനെയും പത്മയും കാണുന്നില്ല. അഞ്ജലിയും അർജുനും തനിച്ചായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു 2 സ്ഥലത്തേക്കായി പോയി ഇവർ. പത്മയും കൂട്ടി അമ്പാടി ഒരു സൈഡിലേക്ക് ഓടിപ്പോയി, അതുപോലെ അർജുൻ അഞ്ജലിയും കൂട്ടി ഒരു സൈഡിലേക്ക് ഓടിപ്പോയി. എന്താണെങ്കിലും അതൊരു അമ്പലം പോലെയാണ് നമ്മൾ കാണുന്നത് അർജുനും അഞ്ജലിയും കയറിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സമൂഹ വിവാഹം നടക്കാൻ പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് അഞ്ജലിയും അർജുനും എത്തിപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചായിരിക്കും അർജുനും അഞ്ജലിയും തമ്മിലുള്ള കല്യാണം നടക്കാനായിട്ട് പോകുന്നത്. അഞ്ജലിയുടെ കഴുത്തിൽ താലി നമ്മുടെ അർജുൻ കെട്ടാനായിട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊമോയിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും ഒരുപക്ഷെ അഞ്ജലിയുടെ കഴുത്തിൽ നമ്മുടെ അർജുൻ താലി കെട്ടുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുൻ അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടാം എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി കാര്യങ്ങളൊക്കെ സമ്മതിക്കും. കാരണം അഞ്ജലിക്ക് അത്രയധികം വിശ്വാസമാണ് നമ്മുടെ അർജുനെ. പക്ഷേ വേറൊരു വലിയ പ്രശ്നം മുമ്പിൽ കിടക്കുന്നുണ്ട്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഞ്ജലിയുടെ കഴുത്തിൽ അർജുൻ താലി കെട്ടി എന്നുള്ളതൊക്കെ സത്യമാണ്, അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ അർജുൻ ആരാണ്, രാഘവണ്ണിയുടെ മകനാണ് എന്നുള്ളൊരു സത്യം ഈ ഒരു താലി കിട്ടുന്ന സമയത്ത് പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അർജുനെ കുറ്റം പറയാനും പറ്റത്തില്ല. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയാണ് അർജുന് മുമ്പിലുള്ളത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് അഞ്ജലിയെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അതിനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും. ഇപ്പം അഞ്ജലിയുടെ കഴുത്തിൽ വേഗം താലി കെട്ടുക എന്നുള്ളൊരു സംഭവം ഉടനെ തന്നെ അർജുൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അർജുനെ ജീവൻ മാത്രം ബാക്കി വെച്ച് ഈ കുറുപ്പിൻ്റെയും കാർത്തിക്കിൻ്റെയൊക്കെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഉറപ്പായിട്ടും കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരും. എന്താണെങ്കിലും ഇപ്പോൾ താലി കെട്ടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ അർജുൻ്റെ മുമ്പിലുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അഞ്ജലിയോട് പറഞ്ഞ് അഞ്ജലിയെ കൺവിൻസ് ചെയ്യിക്കാം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. താൻ നേരിട്ട പ്രശ്നങ്ങൾ എന്താണെന്നും എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും തുറന്ന് പറയാതെ ഇരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മുടെ അഞ്ജലിക്ക് കൺവിൻസ് ആകും എന്നാണ് അർജുൻ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു നിമിഷത്തിൽ എന്താണെങ്കിലും അഞ്ജലിയുടെ കഴുത്തിൽ നമ്മുടെ അർജുൻ താലി കിട്ടുന്ന ഒരു സീനാണ് മിക്കവാറും നാളെ കഴിഞ്ഞുള്ളൊരു എപ്പിസോഡിൽ ഉറപ്പായിട്ടും ആ ഒരു സംഭവം വരാനായിട്ട് പോവുകയാണ്. എന്താണെങ്കിലും നിങ്ങൾ കാത്തിരിക്കുക. പക്ഷേ നമുക്കൊരു ടെൻഷൻ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പാടിയും പനയും ഈ ഒരു സമയങ്ങളൊക്കെ മിസ്സിങ് ആണ്. അപ്പോൾ കാക്കാത്തി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു മരണം കൂടി സംഭവിക്കുമെന്ന്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. നമ്മൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.